നടൻ മേഘനാഥൻ അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സയ്യിദ് MV ചേരുന്നുണ്ട്. അനൽക, 2 മണിയോടുകൂടിയായിരുന്നു അന്ത്യമെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മേഘനാഥൻ അന്തരിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചെയോടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ മാസമായിരുന്നു മേഘനാഥനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ട് രോഗം കൂടുതൽ മൂർച്ഛിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. 50-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1980-ൽ പുറത്തിറങ്ങിയ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അതിലൊരു സ്റ്റുഡിയോ ബോയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് മേഘനാഥൻ മലയാള സിനിമയിൽ ജീവിതം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നിരവധിയായിട്ടുള്ള മലയാള സിനിമകളിൽ വില്ലൻ വേഷം ചെയ്തിട്ടാണ് മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ മേഘനാഥൻ ഇടം പിടിക്കുന്നത്. പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ തുടങ്ങി 50-ലധികം ചിത്രങ്ങളിൽ മേഘനാഥൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ അവസാനം 2016-ൽ നിവിൻ പോളി നായകനായിട്ടുള്ള ആക്ഷൻ ഹീറോ ബിജുവിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ചെന്നൈയിലായിരുന്നു ഈ മേഘനാഥന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. അതേപോലെ തന്നെ ഈ 2016-ൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ മേഘനാഥിന്റെ അഭിനയം ഈ പ്രേക്ഷക പ്രശംസയും അതുപോലെ തന്നെ നിരൂപക പ്രശംസയും ഒരുപോലെ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു അഭിനയമായിരുന്നു അദ്ദേഹം ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഏതായാലും മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെ ഏറെ വില്ലൻ വേഷങ്ങൾ അഭിനയിച്ച് മലയാള സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മേഘനാഥൻ മരിച്ചെന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സംഗീത. ശരി അനൽക, 90കളിലെ സിനിമകളിൽ പ്രധാനമായും വില്ലൻ വേഷങ്ങളായിരുന്നു മേഘനാഥൻ കൈകാര്യം ചെയ്തിരുന്നത്. അതൊരു പല സിനിമകളുടെയും വലിയൊരു ഓർമ്മയുടെ ഭാഗം കൂടിയാണ് മേഘനാഥൻ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു ഇന്ന് പുലർച്ചെയുണ്ടായ അന്ത്യം. അനൽക സയ്യിദാണ് വിശദാംശങ്ങൾ നൽകിയത്.